എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പരിപാടികളിലും വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ അത് പലപ്പോഴും പലയിടത്തും എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ചുറ്റിന് എൻ്റെ ബന്ധുക്കളിൽ, എൻ്റെ സുഹൃത്തുക്കളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്. ക്യാൻസർ കൊണ്ട് എന്നെ വിട്ടുപോയ ആൾക്കാരുണ്ട്. അവിടേക്കാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എത്രത്തോളം പ്രിവെൻഷൻ വേണം എന്നുള്ളത് തിരിച്ചറിയുന്നത് അവിടെ നിന്നാണ്. ശരിക്കും നമ്മളത് എത്രത്തോളം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം എന്നുള്ളതും നമ്മൾ നേരത്തെ തിരിച്ചറിയുന്നത്, നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാനൊരു അമ്മയുമാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമ്മുടെ ഫാമിലിയില്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജോലി തിരക്കുകൾ ഇതെല്ലാം ഉണ്ടാവും. അപ്പോഴെല്ലാരും നമ്മൾ മറന്നു പോണത് നമ്മുടെ കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും എന്റെ ഹെൽത്തിനെ പറ്റിയിട്ട് ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക്. പക്ഷെ പിന്നെ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ എന്റെ ചുറ്റിനുള്ള എല്ലാ പേരെയും എനിക്ക് വളരെയധികം ഹാപ്പി ആയിട്ടും നല്ല രീതിയിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ തന്നെയാണ് പലപ്പോഴും എന്റെ ചുറ്റിനുള്ള സ്ത്രീകൾ എല്ലാ പേരും തന്നെ അവരെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ട് ഒരു തരത്തിലും അവർ കൺസേൺ ആവുന്നുണ്ടായിരുന്നില്ല. ഇത് അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഡയഗ്നോസ് ചെയ്തിരുന്നത്. എപ്പോഴും അവരുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല, അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം തന്നെ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് അവരെ കുറച്ചുകൂടെ ഒരു അവയർനെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല, ഒരുപാട് ഈ ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരെ ശരിക്കും അവരുടെ വിങ്സ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാര്യം ആ ഒരു ഗ്രൂപ്പിന് ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണ്ടതുമാണ്. അപ്പോ അത്തരത്തിൽ നമ്മളുടെ ഒരു സപ്പോർട്ട്, ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഫാമിലിയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ള ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കാണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണെങ്കിലും, നമ്മളത് എയർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ ഡയഗ്നോസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാനും നമുക്ക് നമ്മളുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയും എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണണം എന്നുള്ള ഒരു വലിയൊരു അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനും അത് എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എൻ്റെ ഒരു ഫാമിലിയിൽ മാത്രമല്ല, അത് സൊസൈറ്റിയോടും എനിക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും അതിനെ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വെബിനാറിലേക്ക് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിന് ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.